മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ഒരു പുതിയ ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നന്ദിയോടെ അല്ലാതെ നമുക്ക് ഈ പ്രഭാതം ആരംഭിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ കഴിവോ നമ്മുടെ അവകാശമോ അല്ല, ദൈവത്തിൻ്റെ വലിയ ഔദാര്യവും കരുണയും സ്നേഹവുമാണ് ഈ പ്രഭാതം കാണുവാൻ നമുക്ക് ഭാഗ്യമുണ്ടായത്. ദൈവം നമ്മിൽ പ്രതീക്ഷ വച്ചിരിക്കുന്നതിൻ്റെ അടയാളം. പ്രിയമുള്ളവരെ, നന്ദിയോടെ നമ്മുടെ ഇന്നത്തെ എല്ലാ സംരംഭങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് നമ്മളുടെ ഈ ഒരു ദിവസം തന്നതിന് നമ്മുടെ കുടുംബത്തോടൊപ്പം, നമ്മുടെ സമൂഹത്തോടൊപ്പം, നമ്മളായിരിക്കുന്ന സമൂഹത്തോടൊപ്പം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് ആരംഭിക്കുന്ന ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പ്രത്യേകമായിട്ട് എല്ലാം സമർപ്പിച്ച് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ആരംഭിക്കാം. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ പ്രഭാത വിരുന്നിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ യാചിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ പ്രത്യേക നിയോഗമായിട്ട് നമ്മൾ വയ്ക്കുന്നത് വിധവകളായിട്ടുള്ള ആളുകൾ, ഏകസ്ഥരായിട്ടുള്ള ആളുകൾ, വൃദ്ധരായ മാതാപിതാക്കൾ, അനാഥരായ ശിശുക്കൾ തുടങ്ങിയ അവഗണിക്കപ്പെട്ട ഒരു സമൂഹം, അവരെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇന്നത്തെ സന്ദേശം, ദൈവം നമുക്ക് നൽകുന്ന സന്ദേശം നമുക്ക് ഭക്തിപൂർവ്വം, ശ്രദ്ധാപൂർവം, ഹൃദയവും മനസ്സും ഒരുക്കത്തോടുകൂടി നമുക്ക് ശ്രവിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അവിടുന്ന് പുത്രനിലൂടെ നൽകുന്ന വചനം തന്നെയായ ആ പുത്രനെ ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ കർത്താവേ, ഹൃദയത്തിൽ ആത്മാർത്ഥമായി സ്വീകരിച്ച് ഫലം നൽകുന്ന വ്യക്തികളായി രൂപാന്തരപ്പെടുവാൻ, ഞങ്ങൾ കേൾക്കുന്ന വചനം മാംസം ധരിച്ച് ലോകത്തിന് കൊടുക്കുവാൻ കഴിയത്തക്ക വിധം ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിനെ നൽകി ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. അവൻ ജനങ്ങളെ തൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ കേട്ട് മനസ്സിലാക്കുവിൻ. വായിലേക്ക് പ്രവേശിക്കുന്നതല്ല, വായിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. അപ്പോൾ ശിഷ്യന്മാർ അടുത്തു വന്ന് പറഞ്ഞു, ഈ വചനം ഫരിസേയർക്ക് ഇടർച്ചയുണ്ടാക്കിയെന്ന് നീ അറിയുന്നുവോ?
അവൻ മറുപടി പറഞ്ഞു, എൻ്റെ സ്വർഗീയ പിതാവ് നട്ടതല്ലാത്ത ചെടികളൊക്കെയും പിഴുത് മാറ്റപ്പെടും. അവരെ വിട്ടേക്കൂ, അവർ അന്ധരെ നയിക്കുന്ന അന്ധരാണ്. അന്ധനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും. ഈ ഉപമ ഞങ്ങൾക്ക് വിശദീകരിച്ചു തരണമേ എന്ന് പത്രോസ് അപേക്ഷിച്ചു. അവൻ ചോദിച്ചു, നിങ്ങൾ ഇപ്പോഴും ഗ്രഹണശക്തി ഇല്ലാത്തവരാണോ? വായിൽ പ്രവേശിക്കുന്നവ ഉദരത്തിലേക്ക് പോകുന്നെന്നും അവിടെ നിന്ന് അത് വിസർജിക്കപ്പെടുമെന്നും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ? എന്നാൽ വായിൽ നിന്ന് വരുന്നത് ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. അത് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. ദുശ്ചിന്തകൾ, കൊലപാതകം, പരസംഗം, വ്യഭിചാരം, മോഷണം, കള്ളസാക്ഷ്യം, പരദൂഷണം എന്നിവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. ഇവയാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നത് ആരെയും അശുദ്ധനാക്കുന്നില്ല. പ്രിയമുള്ളവരെ, ആയുർവേദ ചികിത്സയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വയറ് ശുദ്ധീകരിക്കുക എന്നുള്ളത്. പല അസുഖങ്ങൾക്കും, ശാരീരിക അസുഖങ്ങൾക്കും വയറിൻ്റെ ശുദ്ധീകരണം കഴിയുമ്പോൾ ശരിയാകാറുണ്ട്. അതുപോലെ തന്നെയാണ് ആത്മാവിൻ്റെ കാര്യത്തിലും കർത്താവ് നിർദ്ദേശിക്കുന്ന ഒരു കാര്യം ഇതാണ്. ഹൃദയത്തിൻ്റെ വിശുദ്ധീകരണമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. കാരണം ഈ ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും. അത് കൃത്യമായിട്ട് കർത്താവ് പറയുന്നുണ്ട്. അതിൻ്റെ വ്യക്തമായൊരു ഉദാഹരണമാണ് കാപട്യം നിറഞ്ഞ മനുഷ്യർക്ക് പകരം ശുദ്ധ ഹൃദയമുള്ള പാവം ആട്ടിടയന്മാരാണ് യേശുവിനെ പുൽക്കൂട്ടിൽ ചെന്ന് കാണാൻ ആദ്യമായി ഭാഗ്യം ലഭിച്ചത്. ഈ ലോകത്തിലേക്ക് അവതരിച്ച ദൈവപുത്രനെ കാണാനുള്ള ഭാഗ്യം കിട്ടിയത് അവർക്കാണ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 34 നമ്മൾ വായിക്കുന്നുണ്ട്, ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. അപ്പോൾ നല്ല മനുഷ്യൻ നന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു, ദുഷ്ടനാകട്ടെ തിന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഒരാളുടെ ഉള്ളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഹൃദയം. രക്തം പമ്പ് ചെയ്യുന്ന ജോലിയാണ് ശരീരത്തിലെ ഹൃദയത്തിനെങ്കിൽ നമ്മളിവിടെ അർത്ഥമാക്കുന്നത് വേറൊരു ആശയമാണ്. നമ്മുടെ ഉള്ള്, നമ്മുടെ മനസ്സ്, ഹൃദയം അതിൻ്റെ ഒരു പ്രതീകം മാത്രം. ആ ഹൃദയത്തിൻ്റെ, മനസ്സിൻ്റെ നവീകരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉള്ളിൽ തിന്മ നിറഞ്ഞു കിടന്നാൽ പുറത്തേക്ക് വരുന്നതും തിന്മയായിരിക്കും. ഇപ്പോൾ ഈ നമുക്കറിയാം, ഉദാഹരണത്തിന് നമ്മുടെ വെള്ളം വരുന്ന ടാപ്പ് തുറന്നു നോക്കുമ്പോൾ ദുർഗന്ധം വമിക്കുന്നു എന്ന് വിചാരിക്കുക. ഉടനെ നമ്മൾ എവിടെയാണ് എന്തോ അഴുകി ടാങ്കിൽ കിടപ്പുണ്ടോ എന്ന് പോയി നോക്കും. അവിടെ പോയി നോക്കുമ്പോഴായിരിക്കും മനസ്സിലാക്കുന്ന ഒരു അണ്ണാൻ ചത്ത് കിടപ്പുണ്ടായിരുന്നു അതിനകത്ത്, ചീഞ്ഞഴുകിപ്പോയി. ആ വെള്ളമാണ് ടാപ്പിലൂടെ വരുന്നത്. ഈ വെള്ളത്തിൻ്റെ ഉറവിടം എവിടെയോ അവിടെ നല്ലതാണെങ്കിൽ പുറത്തേക്ക് വരുന്നതും നല്ലതായിരിക്കും. നമ്മുടെ ഹൃദയം മോശമാണെങ്കിൽ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് മോശമായിരിക്കും. ഇപ്പോൾ ഒരു കുപ്പി തുറന്നു പോയി അതിനകത്തുള്ളതെല്ലാം പുറത്തേക്ക് ഒഴുകി. അത് തേനിൻ്റെ കുപ്പിയാണെങ്കിൽ ആ തേൻ എടുത്ത് രുചിക്കുമ്പോൾ മനസ്സിലാകും നല്ല മധുരമുള്ള അനുഭവം. നേരെ മറിച്ച് അതിനകത്ത് കുഴമ്പാണെങ്കിൽ അതിന് വേറൊരു മണമായിരിക്കും. അപ്പോൾ ഇതുപോലെയാണ് ഓരോ മനുഷ്യൻ്റെ അവസ്ഥ. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അധരങ്ങൾ സംസാരിക്കുന്നത്. ഉള്ളിൽ നന്മയുണ്ടെങ്കിൽ നന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു, ദുഷ്ടനാകട്ടെ തിന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത്. ഒരാളുടെ ഉള്ളിൽ എന്താണോ അതാണ് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ടാണ് കർത്താവ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഹൃദയത്തിൻ്റെ വിശുദ്ധീകരണമാണ്. റോമാക്കാർക്കുള്ള ലേഖനം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, 2-ാം വാക്യത്തിൽ, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. മനസ്സിൻ്റെ നവീകരണമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമുക്കറിയാം, ചില മനുഷ്യർ
നാവെടുത്താൽ പരദൂഷണവും കുറ്റം പറച്ചിലും മാത്രമേ ഉള്ളൂ. കാരണം അവരുടെ ഉള്ളിൽ അതേ ഉള്ളൂ, ഉള്ളതല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ഉള്ളിൽ തിന്മ നിറഞ്ഞു കിടക്കുക. ഒരിക്കലും ആരുടെയും നന്മ കാണാത്ത മനുഷ്യർ, എപ്പോഴും എല്ലാറ്റിനും കുറ്റം കണ്ടുപിടിക്കുന്ന മനുഷ്യൻ, അയാളിൽ തന്നെ ഉള്ള തിന്മയുടെ അനുഭവമാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ചില ആളുകൾ ഈ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം എന്തുകൊണ്ടാണത്? സ്നേഹത്തിൻ്റെ കുറവും അതോടൊപ്പം മറ്റുള്ളവരെ ചെറുതായി കാണുന്നതിൻ്റെയും പ്രതിഫലനമാണ് ഈ പൊട്ടിത്തെറിക്കുന്നത്. ഉള്ളിൽ കിടക്കുന്ന അമർഷം പുറത്തേക്ക് വരുന്നതാണ്, ഉള്ളിൽ കിടക്കുന്ന ദേഷ്യം പുറത്തേക്ക് വരുന്നതാണ്. പലർക്കും അങ്ങനെയാണ് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം, നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അഗ്നിപർവ്വതം അതിനുള്ളിൽ ജ്വലനം നടക്കുകയാണ്. ഇതിൽ അത് അവസാനം പൊട്ടിത്തെറിക്കുകയാണ്. ഇതേ അനുഭവമാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന നമ്മുടെ ചിന്തകൾ, നമ്മുടെ മനോഭാവം, നമ്മുടെ വികാരങ്ങൾ, അത് പൊട്ടി പുറത്തേക്ക് വരുന്നതാണത്. അപ്പോൾ ഇതാണ് പലപ്പോഴും ചില മനുഷ്യരുടെ, അത് ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കർത്താവ് പറയുന്നുണ്ടല്ലോ, വെള്ളയടിച്ച കുഴിമാടങ്ങളെ എന്ന്. പുറമേ നോക്കുമ്പോൾ നല്ല ഭംഗിയാണ്, പക്ഷേ ഉള്ളിൽ സകല അനീതിയും കാപട്യവും നിറഞ്ഞ് മാലിന്യങ്ങൾ നിറഞ്ഞു കിടക്കുന്ന അനുഭവം. നിയമജ്ഞരെ പരിസരെ ഉദ്ദേശിച്ചാണ് വെള്ളയടിച്ച കുഴിമാടങ്ങളെ എന്ന് പറഞ്ഞത്. നമുക്കറിയാം ഒരു കല്ലറയ്ക്കുള്ളിൽ എന്തായിരിക്കും ഉള്ളതെന്ന്. അതേ അനുഭവമാണ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടതിൽ കർത്താവ് പറയുന്നുണ്ട്, ദുശ്ചിന്തകൾ, ചിന്തകളാണ് ഏറ്റവും അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത്. അവൻ്റെ ചിന്ത നല്ലതാണെങ്കിൽ അവൻ്റെ വാക്ക് നന്നായിരിക്കും, പ്രവൃത്തി നന്നായിരിക്കും. ദുശ്ചിന്തകൾ, പരസംഗം, കൊലപാതകം, വ്യഭിചാരം, മോഷണം, കള്ളസാക്ഷ്യം, പരദൂഷണം, ഇതെല്ലാം ഉള്ളിൽ നിന്നാണ് വരുന്നത്. കർത്താവ് അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ചില ആളുകൾ വളരെ ദുശീലങ്ങൾക്ക് അടിപ്പെട്ടവരുണ്ട്. മദ്യപാനം, മയക്കുമരുന്ന്, ലഹരി സാധനങ്ങൾ, വഴിവിട്ട ബന്ധങ്ങൾ, ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയ ഒത്തിരി പേരുണ്ട്. സ്വയം നശിക്കുന്ന ആളുകൾ അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ നശിപ്പിക്കുന്ന ദുശീലങ്ങൾക്ക് അടിപ്പെട്ടവർ. നമുക്കറിയാമല്ലോ, ചേറ് നല്ല വെള്ളത്തിൽ ഇട്ട് കലക്കിയാൽ എങ്ങനെ ഇരിക്കും? ആ വെള്ളം കളറ് മാറും, വെള്ളം ദുർഗന്ധവും ആവും. നല്ലതിനെ മോശമാക്കുന്ന അനുഭവം. ഇതുപോലെ ചില മനുഷ്യരുണ്ട്. ഇപ്പോൾ ഇതേ ഈ ചേറ് കലക്കുന്ന അനുഭവമാണ്. ചില മനുഷ്യർ മദ്യം വാങ്ങിച്ചു കൊടുക്കും, എന്നാൽ അവനൊരു അസുഖം വന്നു മരുന്ന് വാങ്ങിക്കാൻ 10 പൈസ കൊടുക്കുകയില്ല. വെള്ളം വാങ്ങിച്ചു കൊടുക്കും, സ്വയം നശിക്കുന്നു, മറ്റുള്ളവരെ നശിപ്പിക്കുന്ന അനുഭവം. ഇത് സാത്താൻ്റെ വലിയൊരു പ്രവൃത്തിയാണത്. അപ്പോൾ ഹൃദയത്തിൽ നിന്നാണ് ഈ വക കാര്യങ്ങളെല്ലാം പുറപ്പെടുന്നത്. സങ്കീർത്തനം 51:10 നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, എൻ്റെ മനസ്സിനെ ശക്തിപ്പെടുത്തണമേ. ഇത് പ്രാർത്ഥിക്കേണ്ടതാണ് നമ്മൾ. ഒരുക്കമുള്ളൊരു ഹൃദയം നൽകി എന്നെ താങ്ങണമേ. പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിക്കണം, ഈ ഹൃദയശാന്തത, എളിമയുള്ള ഈശോയെ, എൻ്റെ ഹൃദയം അങ്ങേ ഹൃദയത്തിന് അനുയോജ്യമാക്കണമേ എന്ന്. ഹൃദയം പല വിധത്തിലുണ്ട്. ചിലരുടെ ഹൃദയം കഠിനമായ ഹൃദയമാണ്. നമ്മുടെ ഗോവിന്ദച്ചാമിയുടെ സ്വഭാവം. എത്ര ക്രൂരകൃത്യങ്ങളും മനസ്സാക്ഷിക്കടി കൂടാതെ ചെയ്യുന്ന ഗോവിന്ദച്ചാമിയുടെ മനസ്സുള്ള ഒത്തിരി പേരുണ്ട്. മറ്റുള്ളവരുടെ സങ്കടങ്ങൾ, വേദനകളോ പ്രശ്നമല്ലെന്ന് മാത്രമല്ല, അതിൽ സന്തോഷിക്കുന്ന അനുഭവം. ക്രൂരമായ മനസ്സ്, ഫറവോയുടെ കാര്യം പറഞ്ഞ പോലെ മനസ്സ് കഠിനമാകുന്ന അനുഭവമാണ്. ചില മനുഷ്യർ ഇതുപോലെയാണ്, ഇടുങ്ങിയ ഹൃദയമുള്ളവരുണ്ട്. അവർ മറ്റുള്ളവരുടെ വിഷയങ്ങൾ, തനി സ്വാർത്ഥന്മാരായിട്ടുള്ള ആളുകൾ മറ്റുള്ളവരുടെ വിഷമങ്ങളോ പ്രയാസങ്ങളോ തങ്ങളെ ബാധിക്കാത്ത അവസ്ഥ. അപ്പോൾ ഇതുപോലെയുള്ള മനുഷ്യർ, കഠിനമായ ഹൃദയം ഉള്ള ആളുകളുണ്ട്, അതുപോലെ ഇടുങ്ങിയ മനസ്സുള്ളവരുണ്ട്, അതുപോലെ തന്നെ
തണുത്തു മരവിച്ച മനസ്സുള്ളവരുണ്ട്. തണുത്തു മരവിച്ച ഹൃദയമുള്ളവർ ഫ്രിഡ്ജിലെ വെള്ളം പോലെ, മറ്റുള്ളവരുടെ പ്രശ്നങ്ങളൊന്നും എന്നെ ബാധിക്കുന്നില്ല, നിസ്സംഗതയോടെ നോക്കിക്കാണുന്ന ആളുകൾ. അവിടെയൊക്കെ ആണ് നമ്മുടെ ഹൃദയം നിർമ്മലമാക്കേണ്ടത്. അതുപോലെ തന്നെ ദുശീലങ്ങൾക്കടിപ്പെട്ട ദുഷിച്ച ഹൃദയമുള്ളവർ, ഇടുങ്ങിയ ഹൃദയമുള്ളവർ, കഠിന ഹൃദയമുള്ളവർ, തണുത്തു മരവിച്ച ഹൃദയമുള്ളവർ, നമ്മൾ ഏത് ഗണത്തിൽപ്പെടും നമുക്ക് തന്നെ ദൈവത്തിനുമുമ്പിൽ നമ്മെ നിർത്തിക്കൊണ്ട് നമുക്ക് പരിശോധിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നല്ല ദൈവമേ, അവിടുന്ന് അരുളി ചെയ്ത വാക്കുകൾക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്കാണല്ലോ അവിടുന്ന് വിരൽ ചൂണ്ടിയത്. കർത്താവേ, ഞങ്ങളെ തന്നെ കാണാതെ പോവുകയാണ്. ഞങ്ങളുടെ ഹൃദയം അത് പരിശുദ്ധമായി സൂക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ചിന്തകളെ, ഞങ്ങളുടെ വാക്കുകളെ, ഞങ്ങളുടെ പ്രവൃത്തികളെ കർത്താവെ നിയന്ത്രിക്കുവാൻ, അവിടുത്തെ മനസ്സ് സ്വന്തമാക്കി അവിടുന്ന് നോക്കിക്കാണുന്നത് പോലെ എല്ലാവരെയും നോക്കിക്കാണുവാനുള്ള ഹൃദയം നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ ഹൃദയം, കഠിന ഹൃദയം, പാറ പോലെ കഠിനമായ ഹൃദയത്തെ മാറ്റി മാംസളമായ ഹൃദയം ഞങ്ങളിൽ നിക്ഷേപിക്കണമേ. നിർമ്മലമായ ഹൃദയം കർത്താവേ, അവിടുത്തെ ഹൃദയം പോലെ ഹൃദയശാന്തതയും എളിമയുള്ള ഹൃദയം അത് ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ ഈ പ്രാർത്ഥനകളെല്ലാം പരിശുദ്ധ അമ്മയോടും ഞങ്ങളുടെ പേരിന് കാരണക്കാരായ വിശുദ്ധരോടും ഇടവക മധ്യസ്ഥരായ വിശുദ്ധരോടും കാവൽ മാലാഖമാരോടും എല്ലാവരോടും ചേർന്ന് യേശുവിൻ്റെ നാമത്തിൽ പിതാവേ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥനകളോട് ചേർന്ന് കർത്താവേ, ഇന്നത്തെ പ്രത്യേക നിയോഗമായ എല്ലാ വിധവകൾ, ഏകസ്ഥ ജീവിതം നയിക്കുന്നവർ, വൃദ്ധരായ മാതാപിതാക്കൾ, അനാഥരായ കുഞ്ഞുങ്ങൾ, ഇവരുടെ എല്ലാവരുടെയും നിയോഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഈശോദൻ പീഠമലങ്കരിക്കാം. പൂക്കൾ പറിച്ച് പൂമാല കോർത്ത് ഈശോദൻ പീഠമലങ്കരിക്കാം. പൂക്കൾ പറിച്ച് പൂമാല കോർത്ത് ഈശോദൻ പീഠമലങ്കരിക്കാം. പൂക്കൾ പറിച്ച് പൂമാല കോർത്ത് മാതാവിൻ രൂപത്തിൽ ചാർത്താം.
പ്രാർത്ഥിക്കും കുഞ്ഞുങ്ങളെ കാണുവാൻ കുഞ്ഞുണ്ണീശോ ഓടി വരും. പ്രാർത്ഥിക്കും കുഞ്ഞുങ്ങളെ കാണുവാൻ കുഞ്ഞുണ്ണീശോ ഓടി വരും. പൂക്കൾ പറിച്ച് പൂമാല കോർത്ത് ഈശോദൻ പീഠമലങ്കരിക്കാം. നന്മ ചെയ്തു നാം ജീവിച്ചിടാം. ഈശോയെ ഹൃത്തിൽ പൂജിക്കാം. നന്മ ചെയ്തു നാം ജീവിച്ചിടാം. ഈശോയെ ഹൃത്തിൽ പൂജിക്കാം. സ്നേഹത്തിൽ ഒന്നായി ചരിച്ചിടാം. ഈശോതൻ കുഞ്ഞുങ്ങളാകാം. സ്നേഹത്തിൽ ഒന്നായി ചരിച്ചിടാം. ഈശോതൻ കുഞ്ഞുങ്ങളാകാം. പൂക്കൾ പറിച്ച് പൂമാല കോർത്ത് ഈശോതൻ പീഠമലങ്കരിക്കാം. പൂക്കൾ പറിച്ച് പൂമാല കോർത്ത് ഈശോതൻ പീഠമലങ്കരിക്കാം. പൂക്കൾ പറിച്ച് പൂമാല കോർത്ത് ഈശോതൻ പീഠമലങ്കരിക്കാം. പൂക്കൾ പറിച്ച് പൂമാല കോർത്ത് മാതാവിൻ രൂപത്തിൽ ചാർത്താം. പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. കർത്താവ് നൽകുന്ന സമാധാനം എന്ന് നമ്മുടെ കുടുംബങ്ങളിലും വ്യക്തി ജീവിതത്തിലും ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. മാർപ്പാപ്പായോടും സഭയോടും കർദിനാൾമാരോടും മെത്രാപ്പൊലീത്താമാരോടും മെത്രാന്മാരോടും വൈദികരോടും സന്യസ്തരോടും അൽമായ സഹോദരങ്ങളോടും ചേർന്ന് നമുക്ക് ഭക്തിപൂർവ്വം ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈ പ്രാർത്ഥനാ ശുശ്രൂഷ നമ്മളിവിടെ അവസാനിപ്പിക്കുമ്പോൾ മരിയൻ കൂടാരങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് ഇന്നേ ദിവസം ഉയരുന്ന എല്ലാ പ്രാർത്ഥനകളോടും ചേർന്ന് ഒരു ജപമാല ചൊല്ലി ഗുഡ്നസ് TV-യുടെ വിജയത്തിനും ഡിവൈൻ ശുശ്രൂഷയുടെ വിജയത്തിനും വേണ്ടി കൂടി പ്രാർത്ഥിക്കണമേ. ഞാൻ പറഞ്ഞ നിയോഗം കൂടി സമർപ്പിച്ച് ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ഒരു ദിവസം സന്തോഷമുള്ളൊരു ദിവസമായി തീരട്ടെ. ദൈവം നൽകുന്ന സന്തോഷം മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.